സമരപാതയിൽ സിൽവർ ലൈൻ. സിൽവർ ലൈൻ വിരുദ്ധ പ്രതിഷേധ ചൂടിൽ കേരളം. കോട്ടയത്തും മലപ്പുറം തിരുനാവായയിലും പോലീസും നാട്ടുകാരും തമ്മിൽ സംഘർഷമുണ്ടായി. കോട്ടയം നട്ടാശ്ശേരി കുഴിയാലിപ്പടിയിൽ കേരയിൽ ഉദ്യോഗസ്ഥർ സ്ഥാപിച്ച അതിരുകല്ല് നാട്ടുകാർ പിഴുതെറിഞ്ഞു. കോഴിക്കോട് കല്ലായിലും എറണാകുളം ചോറ്റാനിക്കരയിലും സർവേ നടപടികൾ താൽക്കാലികമായി നിർത്തിവച്ചു. സിൽവർ ലൈൻ വിരുദ്ധ പ്രതിഷേധങ്ങൾ ഓരോ ദിവസവും കൂടുതൽ ശക്തിപ്പെടുകയാണ്. ഇന്ന് വൻ പോലീസ് സന്നാഹത്തോടെയാണ് കോട്ടയം കുഴിയാലിപ്പടിയിലും മലപ്പുറം തിരുനാവായിലും അതിരുകല്ലിടാൻ ഉദ്യോഗസ്ഥർ എത്തിയത്. നട്ടാശ്ശേരി കുഴിയാലിപ്പടിയിൽ പ്രദേശത്തേക്കുള്ള പ്രധാന വഴികളെല്ലാം അടച്ചും നാട്ടുകാരെ തടഞ്ഞുമായിരുന്നു നടപടി. എന്നാൽ റബ്ബർ തോട്ടങ്ങളിലൂടെയും കുറ്റിക്കാടുകളിലൂടെയും നാട്ടുകാർ പ്രതിഷേധവുമായി എത്തി. വികസനമെന്ന് പറഞ്ഞാൽ ഇത് വികസനമാണോ? ഇത് മനുഷ്യരെ ലക്ഷക്കണക്കിന് ആൾക്കാരെ കുടിയൊഴിപ്പിച്ചാൽ ഇത് വികസനമാണോ? എന്നാ പറയാൻ ഇനി വരുന്നതിന്റെ ബാക്കി ചത്താ ചത്തു, ജീവിച്ചാ ജീവിച്ചല്ലാതെ ഇപ്പൊ ഇനി എന്നാ പറയുന്നു. ഇവർക്കൊരു ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇനി പറഞ്ഞിട്ട് എന്തായാലും കാര്യമുണ്ടോ? ഈ അരി ഞങ്ങൾ ചിരിച്ച് റേഷൻ കടയിൽ മേടിച്ചോണ്ട് പോയപ്പോ ഞങ്ങളാരും അറിഞ്ഞില്ല. ഞങ്ങളുടെ ഒലച്ചാറാന്ന് അറിഞ്ഞില്ല. ഇങ്ങനെ ഒരു ബുദ്ധി ഈ പുള്ളി വെച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വെച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. എനിക്ക് എന്നെ അറസ്റ്റ് ചെയ്താൽ എനിക്ക് ഒരു പേടിയില്ല. നിങ്ങൾ എന്നെ കൊണ്ടുപോകും, അങ്ങേയറ്റം നിങ്ങൾ വെടിവെച്ച് കൊല്ലും. അറിയാവോ, EMSന്റെ കാലത്ത് ഒരു ഗർഭിണിയെ കൊന്നതാ. കുഴിയാലിപ്പടിയിൽ സ്ഥാപിച്ച അതിരുകല്ല് നാട്ടുകാർ പിഴുതെറിഞ്ഞു. ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ തടയുകയും ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. പ്രതിഷേധം ശക്തമായതോടെ ബലം പ്രയോഗിച്ച് കല്ലിടാനുള്ള ശ്രമത്തിൽ നിന്നും പോലീസും കേരയിൽ ഉദ്യോഗസ്ഥരും പിൻവാങ്ങി. മലപ്പുറം തിരുനാവായ പല്ലാറിൽ പോലീസ് എത്തുമെന്ന വിവരത്തെ തുടർന്ന് സ്ത്രീകളടക്കം നിരവധി പേർ പ്രതിഷേധവുമായി എത്തി. ഞങ്ങൾക്ക് ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞങ്ങൾ എന്ത് വന്നാലും ഞങ്ങൾ എതിർക്കും. പിന്നെ എന്തിനാ ഈ ഒരു റെയിലോ ഈ ഒരു വണ്ടിയോ ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പോകാനൊന്നല്ലേ, മന്ത്രിമാർക്ക് കിടക്കാനുള്ളതല്ലേ. മന്ത്രിമാർക്ക് കിടക്കാനും വേണ്ടിയിട്ട് ഇപ്പൊ ഞങ്ങളെ ഇടങ്ങറാക്കിയിട്ട് ഒരു റെയിൽ പോകേണ്ട ആവശ്യമില്ല. 12 മണിയോടെയാണ് പല്ലാറിൽ വൻ പോലീസ് സന്നാഹത്തോടെ ഉദ്യോഗസ്ഥർ എത്തിയത്. മുദ്രാവാക്യം വിളിച്ചും മനുഷ്യച്ചങ്ങല തീർത്തും ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു. പോലീസ് എത്തിയതോടെ സംഘർഷമായി. തുടർന്ന് സർവേ നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചു. ഇന്നലെ ശക്തമായ പ്രതിഷേധമുണ്ടായ കോഴിക്കോട്, എറണാകുളം ജില്ലകളിൽ ഇന്നത്തെ സർവേ നടപടികൾ മാറ്റിവെച്ചു. അലൈൻമെന്റിൽ ചില മാറ്റങ്ങളുണ്ടെന്നും ഇത് പരിശോധിച്ച ശേഷം സർവേ പുനരാരംഭിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. എന്നാൽ പ്രതിഷേധം പരിഗണിച്ചാണ് താൽക്കാലികമായി സർവേ നിർത്തിവെച്ചതെന്നാണ് സൂചന. കേസിൽപ്പെടുന്നവർക്ക് നിയമസഹായം നൽകാൻ ചോറ്റാനിക്കരയിൽ ചേർന്ന കോൺഗ്രസ് യോഗം തീരുമാനിച്ചു. ന്യൂസ് 18 കോട്ടയം, മലപ്പുറം. മലപ്പുറം കലക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച്. കലക്ടറേറ്റിൽ പ്രതീകാത്മകമായി കല്ലിട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. കോട്ടയത്തും പത്തനംതിട്ടയിലും എറണാകുളത്തും സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. കോട്ടയം കലക്ടറേറ്റിലേക്ക് പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകർ കലക്ടറേറ്റ് വളപ്പിൽ പ്രതിഷേധ കല്ലുകൾ സ്ഥാപിച്ചു. പ്രതിഷേധക്കാരെ പോലീസ് തടയാൻ ശ്രമിച്ചതോടെ പത്തനംതിട്ട ജില്ലാ കലക്ടറേറ്റിന് മുന്നിലും സംഘർഷമുണ്ടായി. എറണാകുളം കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. ഓഫീസിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു.
സിൽവർ ലൈൻ വിരുദ്ധ സമരത്തിന് പിന്നിൽ തീവ്രവാദ സംഘടനകളാണെന്ന മന്ത്രി സജി ചെറിയാന്റെ പരാമർശത്തിനെതിരെ ബിജെപി ചെങ്ങന്നൂരിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. സജി ചെറിയാന്റെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ തോതിൽ സംഘർഷമുണ്ടായി. പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ചു. കേരയിൽ എംഡിക്കുള്ള വിവരം പോലും സജി ചെറിയാനോ മറ്റ് മന്ത്രിമാർക്കോ ഇല്ലെന്ന് ബിജെപി നേതാക്കൾ പരിഹസിച്ചു. സിൽവർ ലൈൻ പദ്ധതിയെ അനുകൂലിച്ചും എതിർത്തും ഭരണ പ്രതിപക്ഷ നേതാക്കളുടെ വാക്പോര്. സർക്കാർ കീഴടങ്ങില്ലെന്നും കല്ല് പിഴുതാൽ വീണ്ടും കല്ലിടുമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. സമരക്കാരെ മുഖ്യമന്ത്രിയും കൂട്ടരും അധിക്ഷേപിക്കുന്നത് അധികാരം തലയ്ക്ക് പിടിച്ചതിനാലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. കമ്മീഷൻ നേടുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്നായിരുന്നു കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ വിമർശനം. അതേസമയം സിൽവർ ലൈൻ സംബന്ധിച്ച ചോദ്യത്തിൽ നിന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ഒഴിഞ്ഞുമാറി. പ്രതിഷേധങ്ങൾ അലയടിക്കുമ്പോഴും ഒരടി പോലും പിന്നോട്ടില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണത്തിൽ വ്യക്തം. എല്ലാ സ്ഥലത്തോടെ നടത്തിയാലും കല്ല് വേറെ കിട്ടും, കല്ല് വേറെ ഉണ്ടാക്കും. ഇവരെടുത്തുകൊണ്ട് പോയ കേരളത്തിൽ കല്ലിൻ്റെ ക്ഷാമമൊന്നുമില്ല. കേരളത്തിൽ കല്ലില്ലെങ്കിൽ മറ്റ് സംസ്ഥാനത്ത് കല്ല് കൊണ്ടുവന്നിട്ട് കല്ല് ഉപയോഗിക്കും. ഈ സമരത്തിന് വയൽക്കിളി സമരത്തിന്റെ ഗതി വരുമെന്ന് എ കെ ബാലനും സമരത്തിന് പിന്നിൽ വിവരദോഷികളെന്ന് ഇ പി ജയരാജനും പറഞ്ഞു. കോൺഗ്രസിന്റെ കുറ്റി ഉടൻ തന്നെ ജനങ്ങൾ പിഴുതെറിയുമെന്നായിരുന്നു എം എം മണിയുടെ പ്രതികരണം. അതിവേഗ റെയിൽവേയുടെ സ്കീം കൊണ്ടുവന്ന ഉമ്മൻചാണ്ടി അല്ലേ? ആണക്കേടെ കൂട്ടത് പറയണ്ടേ ഉമ്മൻചാണ്ടി? എന്നാ ചരച്ചോണ്ടിരിക്കുക പറയണ്ടേ ഞങ്ങൾ കൊണ്ടുവന്നതെന്ന്? 20 കോടിയിലധികം രൂപയും മുടക്കിയിട്ടുണ്ടായിരുന്നു. അതേസമയം പ്രതിപക്ഷം ഇന്നും രൂക്ഷമായ വിമർശനമാണ് സർക്കാരിനെതിരെ ഉയർത്തിയത്. അധികാരം തലയ്ക്ക് പിടിച്ചെന്ന് പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രി ആരെയാണ് ഈ ഭയപ്പെടുത്തുന്നത്? ഭയമുണ്ടാവും. അദ്ദേഹത്തിന് ചുറ്റുമുള്ള ആളുകൾക്ക് ഭയമുണ്ടാവും, അദ്ദേഹത്തെ പേടിയുണ്ടാവും. കാരണം പേടിപ്പിച്ചാണ് മുഖ്യമന്ത്രി ഭരിക്കുന്നത്. പാർട്ടിയിൽ ചർച്ചയില്ല, ക്യാബിനറ്റിൽ ചർച്ചയില്ല, ഇടതുമുന്നണിയിൽ ചർച്ചയില്ല. ചർച്ച ചെയ്യാതെ അവിടെ നടക്കും. പക്ഷേ കൂടെ കുറേ ആളുകൾ ഭയന്ന് കൂടെ നിൽക്കുന്നുണ്ട് എന്ന് കരുതി നാട്ടിലുള്ള എല്ലാ ആളുകളും ഭയന്നാണ് നിൽക്കുന്നത് എന്ന് മുഖ്യമന്ത്രി തെറ്റിദ്ധരിക്കരുത്. കൂടെയുള്ളവരുടെ കണ്ണാടിയിൽ കൂടി ഞങ്ങളെ നോക്കി കാണരുത്. മുഖ്യമന്ത്രിക്ക് ദാരി വെട്ടി തരും, അതുകൊണ്ട് നമുക്ക് വെറും വാക്കല്ല എന്ന് പറയും. ഇതുവരെ കൊടുത്തിട്ടുള്ളതെല്ലാം വെറും വാക്കുകളാണ്. ജനങ്ങളെ ഇതിന്റെ പേരിൽ കബളിപ്പിക്കാം എന്ന് ധരിക്കണ്ട. പദ്ധതിയിലൂടെ കമ്മീഷൻ നേടുകയെന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. The state government or the leaders, some of the leaders in the government wants to make some commission, some money, fill their pockets. That's the ultimate aim of this project. ശബരിമലയിൽ സംഭവിച്ചത് സിൽവർ ലൈൻ വിഷയത്തിലും മുഖ്യമന്ത്രിക്ക് സംഭവിക്കുമെന്ന് കെ സുരേന്ദ്രൻ. ശബരിമലയുടെ അതേ അനുഭവമായിരിക്കും കെ റെയിൽ വിഷയത്തിൽ സർക്കാരിന് സംഭവിക്കാൻ പോകുന്നത്. അതേസമയം സിൽവർ ലൈൻ സംബന്ധിച്ച ചോദ്യത്തിൽ നിന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ഒഴിഞ്ഞുമാറി. അതുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം ഇപ്പൊ ഞാൻ പറയുന്നില്ല. അത് പറയേണ്ട ഘട്ടത്തിൽ പറയാം. പാർട്ടിയുടെ അഭിപ്രായമാണെങ്കിൽ പാർട്ടി ലീഡർഷിപ്പ് പറയും, ഗവൺമെന്റ് അഭിപ്രായമാണെങ്കിൽ പിന്നീട് പറയും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സിൽവർ ലൈൻ പ്രതിഷേധത്തിനിടെ കോട്ടയം മാടപ്പടിയിലുണ്ടായ പോലീസ് നടപടിക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. കുട്ടിയുടെ മുന്നിലിട്ട് അമ്മയെ വലിച്ചിഴച്ചതിനും പുരുഷ പോലീസുകാർ സ്ത്രീകളെ പിടിച്ചു വലിച്ചതിനുമാണ് കേസ്. കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വീണ എസ് നായരുടെ പരാതിയിലാണ് നടപടി. 3 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് കോട്ടയം പോലീസ് മേധാവിയോട് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചു. പശ്ചിമബംഗാളിലെ ബീർഭൂമിൽ രാഷ്ട്രീയ കലാപം. തീവെപ്പിൽ 10 പേർ വെന്തുമരിച്ചു. തൃണമൂൽ പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. സംഭവത്തിൽ സംസ്ഥാന സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു. ബീർഭൂം രാംപുരാഹത്ത് പോലീസ് സ്റ്റേഷൻ ഇൻചാർജിനെയും SDPOയെയും സസ്പെൻഡ് ചെയ്തു. പശ്ചിമ ബംഗാളിലെ ബീർഭൂം ജില്ലയിലെ ബോക്തോയി ഗ്രാമത്തിലാണ് സംഭവം. തൃണമൂൽ കോൺഗ്രസ് പ്രാദേശിക നേതാവ് ബാദു ഷെയ്ഖിനെ അജ്ഞാത സംഘം ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തി. കൊലപാതകത്തെ തുടർന്ന് TMC പ്രവർത്തകർ വീടുകൾക്ക് തീവെച്ചതായാണ് ആരോപണം. 20ഓളം വീടുകൾക്കാണ് തീയിട്ടത്. താമസക്കാരെ വീടിനകത്ത് പൂട്ടിയിട്ട ശേഷമാണ് തീ കൊളുത്തിയത് എന്നാണ് വിവരം. സംഭവമറിഞ്ഞെത്തിയ അഗ്നിശമന സേനയെ അക്രമികൾ വഴിയിൽ തടഞ്ഞു. തൃണമൂൽ പ്രവർത്തകരാണ് അക്രമം നടത്തിയതെന്നും മുഖ്യമന്ത്രി മമതാ ബാനർജി രാജിവെക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. എന്നാൽ അക്രമ സംഭവങ്ങൾക്ക് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലെന്ന് TMC ജനറൽ സെക്രട്ടറി കുനാൽ ഘോഷ് പ്രതികരിച്ചു. സംഭവത്തിൽ സംസ്ഥാന സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു. ബീർഭൂം രാംപുരാഹത്ത് പോലീസ് സ്റ്റേഷൻ ഇൻചാർജ് ഓഫീസറെയും SDPOയെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. കലാപമേഖലയിൽ വൻ പോലീസ് സന്നാഹമാണ് ഉള്ളത്. ന്യൂസ് 18 ഡൽഹി.
പാതയോരത്തെ കൊടിതോരണങ്ങൾ നീക്കം ചെയ്യുന്ന വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ഉത്തരവ് മറികടക്കാൻ സർവകക്ഷി യോഗം വിളിച്ചതിനെതിരെയായിരുന്നു വിമർശനം. കോടതി ഉത്തരവുകളോട് ഇതാണോ സമീപനമെന്ന് ചോദിച്ച കോടതി, ഇതാണ് സമീപനമെങ്കിൽ പുതിയ കേരളമെന്ന് പറയരുതെന്നും വ്യക്തമാക്കി. കോടതി ഉത്തരവുകൾ ലംഘിക്കാനുള്ളതാണെന്ന് ഒരു വിഭാഗം കരുതിയാൽ എങ്ങനെ മുന്നോട്ടു പോകുമെന്നായിരുന്നു കോടതിയുടെ ചോദ്യം. കൊടിതോരണങ്ങൾ വയ്ക്കാൻ അനുമതി വേണമെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം. എന്നാൽ പാർട്ടികൾ ഇത് കോടതിയിൽ പറയാൻ ധൈര്യം കാണിക്കുന്നില്ലെന്നും ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പറഞ്ഞു. കോടതിയുടെ ഇടപെടലോടെ കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കിയ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ കോടതി ചൂണ്ടിക്കാട്ടി. കോടതി ഇടപെടലിനെ തുടർന്നാണ് കൊച്ചിയിൽ കഴിഞ്ഞ വർഷം ഒരു വീട്ടിൽ പോലും വെള്ളം കയറാതിരുന്നതെന്നും കോടതി പറഞ്ഞു. പാതയോരത്തെ കൊടിതോരണങ്ങൾ നീക്കണമെന്ന ഉത്തരവ് നടപ്പാക്കാൻ ഹൈക്കോടതിയിൽ കൂടുതൽ സമയം ആവശ്യപ്പെടണമെന്ന് സർവകക്ഷി യോഗം തീരുമാനിച്ചിരുന്നു. പാതയോരത്തെ കൊടിതോരണങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തരുതെന്ന് സർക്കാർ കോടതിയോട് ആവശ്യപ്പെടാനിരിക്കുകയായിരുന്നു. കാൽനടക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി പാതയോരങ്ങളിൽ സ്ഥാപിച്ച കൊടിതോരണങ്ങൾ നീക്കം ചെയ്യണമെന്ന് ഹൈക്കോടതി മുമ്പ് പലതവണ നിർദ്ദേശിച്ചിരുന്നു. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കൊച്ചി നഗരത്തിൽ കൊടിതോരണങ്ങൾ സ്ഥാപിച്ചതിലായിരുന്നു കോടതിയുടെ ഇടപെടൽ. ന്യൂസ് 18 കൊച്ചി. ജനങ്ങൾക്ക് കടുത്ത പ്രഹരമായി ഇന്ധനവില വർദ്ധിപ്പിച്ചു. ഗാർഹിക സിലിണ്ടറിന് 50 രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത്. പെട്രോൾ ലിറ്ററിന് 88 പൈസയും ഡീസലിന് 85 പൈസയും കൂട്ടി. ഡീസൽ വില വർധനയിൽ KSRTCയുടെ ഹർജിയിൽ ഇടക്കാല ഉത്തരവില്ല. എണ്ണ കമ്പനികൾ വില വർദ്ധിപ്പിച്ച നടപടി സ്റ്റേ ചെയ്യണമെന്ന KSRTCയുടെ ആവശ്യം ഹൈക്കോടതി നിരസിച്ചു. വിലവിവരം അടക്കമുള്ള വിശദാംശങ്ങൾ ഹാജരാക്കാൻ എണ്ണ കമ്പനികളോട് കോടതി നിർദ്ദേശിച്ചു. കേസ് ഏപ്രിൽ 4-ന് വീണ്ടും പരിഗണിക്കും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപുമായി അടുത്ത ബന്ധം പുലർത്തുന്ന 2 യുവതികളെ ചോദ്യം ചെയ്ത് ക്രൈംബ്രാഞ്ച്. മലയാള സിനിമയിലെ മുൻനിര നടിയെ ഉടൻ ചോദ്യം ചെയ്തേക്കും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ദിലീപിനും നോട്ടീസ് നൽകും. ദിലീപുമായി അടുത്ത ബന്ധമുള്ള വ്യവസായ സംരംഭം കൂടിയായ സീരിയൽ താരം, പബ്ലിക് റിലേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന യുവതി എന്നിവരെയാണ് ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തത്. നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇരുവരുമായും ദിലീപ് ചർച്ച ചെയ്യുന്നതായാണ് വിവരം. ഇതിന്റെ ഫോൺ രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. വിവാഹശേഷം സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുകയും അടുത്തിടെ സിനിമാ ലോകത്തേക്ക് തിരികെ വരികയും ചെയ്ത നടിയുമായും ദിലീപ് തുടർച്ചയായി ആശയവിനിമയം നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. വ്യക്തിബന്ധത്തിനപ്പുറം ഇരുവരും തമ്മിൽ കേസ് സംബന്ധിച്ച ആശയവിനിമയം നടന്നുവെന്നാണ് പരിശോധിക്കുന്നത്. മൊഴി നൽകാൻ ഹാജരാവുന്നതിനായി നടിക്ക് ഉടൻ നോട്ടീസ് നൽകുമെന്നാണ് സൂചന. ഈ നടി ഉൾപ്പെടെ 12 പേരുമായുള്ള സന്ദേശങ്ങൾ മായ്ച്ചു കളഞ്ഞതായി കണ്ടിട്ടുണ്ട്. ഇവരിൽ തന്നെ 4 പേരുമായും സ്വകാര്യ സംഭാഷണത്തിനുമപ്പുറം അന്വേഷണം സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചതായും സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാൻ നടത്തിയ ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട് നിർണായക തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിലാണ് ദിലീപിനെ ചോദ്യം ചെയ്യുന്നത്. ന്യൂസ് 18 കൊച്ചി. ദിലീപിന്റെ മൊബൈൽ ഫോണിലെ രേഖകൾ നശിപ്പിക്കാൻ സഹായിച്ച IT വിദഗ്ധൻ സായി ശങ്കറിന്റെ മുൻകൂർ ജാമ്യ ഹർജി നിലനിൽക്കുന്നതല്ലെന്ന് ഹൈക്കോടതി. സായി ശങ്കറിന്റെ നിലവിൽ പ്രതി ചേർത്തിട്ടില്ല. സാക്ഷിയായാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. തിരുവനന്തപുരം കിളിമാനൂരിൽ വ്യാപാരി വാഹനാപകടത്തിൽ മരിച്ച സംഭവത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസ്. ബൈക്ക് അപകടത്തിൽപ്പെട്ട് ഉടയൻകാവ് സ്വദേശി മണികണ്ഠന്റെ ശരീരത്തിൽ വെട്ടേറ്റ തരത്തിലുള്ള മുറിവുകൾ കണ്ടെത്തിയത് സംശയത്തിനിടയാക്കിയിരുന്നു. അപകട സമയത്ത് ഇരുചക്ര വാഹനത്തിന്റെ ഭാഗങ്ങൾ കൊണ്ടാണ് ശരീരത്തിൽ മുറിവുണ്ടായതെന്ന് തെളിഞ്ഞു. CCTV ദൃശ്യങ്ങളിൽ കണ്ട കാറിൽ സഞ്ചരിച്ചവരെയും പോലീസ് ചോദ്യം ചെയ്തു. അപകടം കണ്ട് വാഹനം നിർത്തിയതാണെന്നാണ് ഇവരുടെ മൊഴി. മരിച്ച മണികണ്ഠനുമായി വാഹനത്തിൽ സഞ്ചരിച്ചവർക്ക് ബന്ധമില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. മലപ്പുറം മങ്കടയിൽ അസം സ്വദേശിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പിടിയിൽ. യുവതിയുടെ ഭർത്താവും അസം സ്വദേശിയുമായ ജാഫിയ റഹ്മാനാണ് പിടിയിലായത്. അരുണാചൽ പ്രദേശിൽ ചൈന അതിർത്തിക്കടുത്തുള്ള ഒളിത്താവളത്തിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രതിയെ പിടികൂടിയത്. മാർച്ച് 9 വൈകിട്ടോടെയാണ് അസം സ്വദേശിനിയായ സുഹ്ര ബീഗത്തെ മങ്കട ഏലച്ചോലയിൽ താമസ സ്ഥലമായ വാടക കെട്ടിടത്തിലെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുറിയിൽ നിന്നും ദുർഗന്ധം അനുഭവപ്പെട്ടതോടെയാണ് മരണം പുറത്തറിയുന്നത്. മങ്കട പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ തന്നെ സംഭവം കൊലപാതകമാണെന്ന് ബോധ്യപ്പെട്ടു. ഭർത്താവ് ജാഫിയ റഹ്മാനെയും 2 കുട്ടികളെയും കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം. ഇവർ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ചെന്നൈ ഭാഗത്തേക്ക് ട്രെയിൻ കയറിയതായി വിവരം ലഭിച്ചു. ഇതോടെ മങ്കട CI UK ഷാജഹാന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ തന്നെ അസമിലേക്ക് പുറപ്പെട്ടു. അരുണാചൽ പ്രദേശ് ചൈന അതിർത്തി പ്രദേശമായ റുയിങ്കിൽ ജാഫിയ റഹ്മാൻ ഒളിവിൽ കഴിയുകയാണെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് അവിടുത്തെ പോലീസിന്റെ സഹായത്തോടെ നടത്തിയ പരിശോധനയിലാണ് ജാഫിയ റഹ്മാനെ രഹസ്യ കേന്ദ്രത്തിൽ നിന്നും പിടികൂടിയത്. ജാഫിയ റഹ്മാൻ കുറ്റസമ്മതം നടത്തുകയും ചെയ്തു. സംശയത്തെ തുടർന്നായിരുന്നു കൊലപാതകമെന്ന് പോലീസ് വ്യക്തമാക്കി.
നമുക്ക് റോയിങ് എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ ഇയാളുടെ ഒരു പ്രസൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുത്തെ പോലീസുമായിട്ട് കോൺടാക്ട് ചെയ്തു. അവിടെ നമുക്ക് അവിടുത്തെ ലോക്കൽ പോലീസിൻ്റെ ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും റോയിങ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇയാൾ ഒളിച്ചു താമസിക്കുകയായിരുന്നു. അവിടെ നിന്ന് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ള നടപടികൾ നമ്മൾ പൂർത്തീകരിക്കുന്നതാണ് അടിയന്തരമായിട്ട്. ഇദ്ദേഹത്തിന് വൈഫിലുള്ള ഒരു സംശയരോഗമാണ്. വൈഫിന് മറ്റ് ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നുള്ള തോന്നലാണ് ഈ മരണത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. ഈ മാസം 8-ന് രാത്രിയിൽ ഭാര്യയുമായി വഴക്കിടുകയും കുട്ടികൾ ഉറക്കമായതിനു ശേഷം പ്രതി രാത്രി 11 മണിയോടെ ഭാര്യയെ ശ്വാസം മുട്ടിച്ചും കഴുത്തറത്തും കൊലപ്പെടുത്തുകയും ചെയ്തു. മൃതശരീരം പുതപ്പുകൊണ്ട് മൂടിയിട്ട് പിറ്റേ ദിവസം അതിരാവിലെ മുറിപൂട്ടി മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫാക്കി കുട്ടികളുമായി ഏലച്ചോലയിൽ നിന്നും നാട്ടിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. കുട്ടികളോട് അമ്മ ഉറങ്ങുകയാണെന്നും പിന്നാലെ വരുമെന്നും പറഞ്ഞു. തന്റെ അഡ്രസ് പിന്തുടർന്ന് കേരള പോലീസ് നാട്ടിലെത്താനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് ജാഫിർ റഹ്മാൻ അസമിൽ തന്റെ നാട്ടിൽ നിൽക്കാതെ അരുണാചൽ പ്രദേശിലെ റോയിങ് ഭാഗത്തെ ഉൾപ്രദേശത്ത് ലാമിയ എന്ന പേരിൽ ഒളിവിൽ താമസിക്കുകയായിരുന്നു. പ്രതിയെ അറസ്റ്റ് രേഖപ്പെടുത്തി മങ്കടയിലെത്തിച്ചു. പ്രതിയെ പെരിന്തൽമണ്ണ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 മലപ്പുറം. സംസ്ഥാനത്ത് ഇന്ന് 702 പേർക്ക് കോവിഡ്. 24 മണിക്കൂറിനിടെ 24,313 സാമ്പിളുകൾ പരിശോധിച്ചു. 4 കോവിഡ് മരണം സ്ഥിരീകരിച്ചു. രേഖകൾ വൈകി ലഭിച്ച 9 മരണവും പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പീൽ നൽകിയ 39 മരണവും റിപ്പോർട്ട് ചെയ്തു. ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം 67,415 ആയി. കേന്ദ്ര സർവകലാശാലയിലെ പ്രവേശനത്തിന് ഇനി മുതൽ പൊതുപ്രവേശന പരീക്ഷ. +2 മാർക്കുകൾ പ്രവേശനത്തിനായി പരിഗണിക്കില്ല. പൊതുപ്രവേശന പരീക്ഷയിൽ ലഭിക്കുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിലാകും പ്രവേശനം അനുവദിക്കുകയെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. JNU, ഡൽഹി തുടങ്ങി രാജ്യത്തെ 45 കേന്ദ്ര സർവകലാശാലകൾക്ക് തീരുമാനം ബാധകമാണ്. +2 സിലബസ് അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാകും പ്രവേശന പരീക്ഷയിൽ ഉണ്ടാവുക. മലയാളമടക്കം 13 ഭാഷകളിൽ പരീക്ഷ എഴുതാൻ സൗകര്യമുണ്ടാകും. So, in order to make the life of the students easy, UGC ने डिसाइड किया आगे एडमिशन्स के लिए 2022-23 एडमिशन्स UG एडमिशन्स के लिए सभी सेंट्रल यूनिवर्सिटीज़ में हम CUET को कंपलसरी किया. ये एग्ज़ाम हम फर्स्ट वीक ऑफ जुलाई में कंडक्ट करेंगे और इसका एप्लीकेशन प्रोसेस अप्रैल फर्स्ट वीक में शुरू होगा. കൊടും ചൂടിൽ പക്ഷിമൃഗാദികൾക്ക് കുടിവെള്ളം എത്തിച്ച് മാതൃകയാവുകയാണ് മലപ്പുറം ചീക്കോട് സ്വദേശി അബ്ദുൾ സലാം. 200-ലധികം പാത്രങ്ങളിലാണ് അബ്ദുൾ സലാം ദിവസേന വെള്ളം നിറയ്ക്കുന്നത്. ഈ കാഴ്ചയോടെ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം. വാഴക്കാട്, ചീക്കോട്, പുളിക്കൽ പ്രദേശങ്ങളിൽ പക്ഷിമൃഗാദികൾക്കായി കുടിവെള്ളം എത്തിക്കുകയാണ് മാണിപ്പറമ്പത്ത് അബ്ദുൾ സലാം. 2018 മുതൽ തുടങ്ങിയതാണ് ഈ സേവനം. മലയിൽ വെള്ളം കിട്ടാതെ പക്ഷിമൃഗാദികൾ ചത്തുകിടക്കുന്നത് കണ്ടതോടെയാണ് സലാം കുടിവെള്ളവുമായി ഇറങ്ങിയത്. വീട്ടുവളപ്പിൽ ഉള്ള ഒരു കോഴിക്കൊക്കെ വെക്കണ പാത്രത്തിൽ ഈ പക്ഷികളൊക്കെ വന്നിട്ട് വെള്ളം കുടിക്കും. അപ്പം കൊടുവേനൽ സമയത്താണ് ഈ മലൻ്റെ മുകളിൽ പിന്നെ പക്ഷികൾ ചത്തെടുക്കണ ഒരു അവസ്ഥയും വളരെ പിന്നെ അതായത് പറക്കാൻ കഴിയാത്തൊരവസ്ഥകളിലൊക്കെ വന്നൊരു സംഭവം കണ്ടതിന് ശേഷമാണ് നമുക്കന്ന് ആടിൻ്റെ മലയിൽ വരുന്ന സമയത്താണ് ഈ സംഭവം നമ്മൾ കണ്ടിന്. അപ്പോൾ എന്താണ് ഇത് പിന്നെ വീടിൻ്റെ പരിസരത്ത് അങ്ങനെ ഒരു പാത്രം വെച്ച് പിന്നെ 2 ആക്കി, പിന്നെ അത് 3 അങ്ങനെ പോയി എന്ത് കഴിഞ്ഞ 2019 നമ്മൾ ചെയ്തത് 80 പാത്രം. ഇപ്പം 195 പാത്രം ഇപ്പം നിലവിലുണ്ട്. രാവിലെ 8 മണിയോടെ കന്നാസുകളിൽ വെള്ളം നിറച്ച് സലാം ഇറങ്ങും. പലപ്പോഴും വൈകിട്ടാണ് വീട്ടിലെത്തുക. പിന്നെ 2-3 വർഷത്തോളമായി ഈ പക്ഷികൾക്കും മൃഗങ്ങൾക്കും അതുപോലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പിന്നെ വെള്ളം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം 2-3 തവണ ആണ് വെള്ളം. പിന്നെ ഉദാഹരണത്തിന് എൻ്റെ ഓമാനുള്ള ബിൽഡിങ്ങിൽ നിന്നും അതുപോലെ എൻ്റെ വീട്ടിൽ നിന്നും പരിസരത്തുള്ള കിണറിൽ നിന്നൊക്കെ എടുത്തിട്ട് കാര്യലാഭം ഉദ്ദേശിക്കാതെ തന്നെയാണ് അവൻ വെള്ളം കൊടുക്കുന്നത്. അതിൽ അവനക്കൊരു കാര്യലാഭം പടച്ചവൻ്റെ അടുത്തേക്ക് ഉദാഹരണത്തിന് നാളെ ദൈവത്തിൻ്റെ അടുത്ത് അർപ്പിച്ചിട്ടാണ് അവൻ ഈ സേവനങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ അവനൊരു എല്ലാ കാരുണ്യപ്രവർത്തനവും എന്നും മുൻപന്തിയിലുണ്ടാവും. വർഷങ്ങളായിട്ട് അദ്ദേഹം ഈ കിളികൾക്ക് വെള്ളം കൊടുക്കുക, അതേപോലെ വഴിയോരങ്ങൾ വൃത്തിയാക്കുക, അങ്ങനത്തെ ഒരുപാട് നല്ല കാര്യങ്ങൾ കാഴ്ചവെക്കുന്ന ആളാണ്. ഇപ്പോൾ 200-ഓളം ബക്കറ്റുകളിൽ പാത്രങ്ങളിലായിട്ട് പരിസരങ്ങളിലൊക്കെ ആയിട്ട് കിളികൾക്ക് വെള്ളം വെച്ച് വരുന്നു. അതുപോലെ നല്ല കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളാണ്. സലാമിന്റെ പ്രവൃത്തി കണ്ട് പലരും ഇപ്പോൾ വീട്ടുമുറ്റത്തും പറമ്പിലുമൊക്കെയായി വെള്ളം നിറച്ച പാത്രങ്ങൾ വെച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ കുടിവെള്ളം നിറച്ച പാത്രങ്ങൾ ചിലർ നശിപ്പിക്കുന്നെന്ന പരാതിയുണ്ട് സലാമിന്. ന്യൂസ് 18 ചീക്കോട്.